നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ മുതൽ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആവുന്നതാണ്. യാതൊന്നും ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യരുത്. ഒത്തിരി പേരുടെ ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് വിട്ടേക്കുക. നിങ്ങളുടെ പേഴ്സന്റെ മുഖം നന്നായി മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥനയോടെ റീഡിംഗ് കാണുക, എനർജി കൊണ്ടുവരാം. ഓക്കെ. ഓക്കെ, ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്കായി തന്നിരിക്കുന്ന ത്രെഡുകൾ ഇതൊക്കെയാണ്. ഇതിലൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ എനർജി, കാണുന്ന എൻ്റെ പേഴ്സൻ്റെ എനർജിയാണ് പറയാൻ പോകുന്നത്. ഇത് കാണുന്ന എൻ്റെ വ്യക്തി, എൻ്റെ പേഴ്സൺ ഒത്തിരി എഫേർട്ട് ഇട്ട് ഈ റിലേഷനിലായിട്ട് ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടും അടുത്ത് നിങ്ങളിപ്പോൾ ഒരു വിശ്രമിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. കാരണം ഇനി ഇടാൻ എഫേർട്ട് ഇല്ല. ആ രീതിയിൽ നിങ്ങൾ വിശ്രമിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾക്കിനി വയ്യ, ഇതിൻ്റെ പുറകെ പോകാൻ വയ്യ എന്ന് മനസ്സിലുറപ്പിച്ച് ഈ റിലേഷനിൽ നിന്നും ഇറങ്ങിപ്പോകാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രം ചുരുങ്ങിയിട്ടുണ്ടാവും. നിങ്ങളുടെ ചില ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ നിങ്ങളെ ക്ലോസ് ആയിട്ട് നിങ്ങൾ അറിയാവുന്നവർ നിങ്ങൾ ഉപദേശിച്ചിട്ടുണ്ടാവും, ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് ശരിയാവില്ല, ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം, ഇത് ഫ്യൂച്ചറിൽ നിനക്ക് ദോഷമായിട്ടേ ബാധിക്കുകയുള്ളൂ എന്നൊക്കെ നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഉപദേശിച്ചിട്ടുണ്ടാവും. ഇതിനൊക്കെ കാരണം ആ ഒരു ഡിസ്റ്റൻസാണ്. നിങ്ങളുടെ ഒരു പേഴ്സൺ അകന്ന് മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്നലെ വന്ന ഒരു റീഡിങ്ങിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് ഈ ഒരു റീഡിങ് വന്നിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ റിലേഷനിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ മാറി നിന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അകൽച്ച നിങ്ങൾക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങളിലേക്ക് മാത്രം ചുരുങ്ങി, ആ ചുരുങ്ങിപ്പോക്കലിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ളതാണ്. സെൽഫ് ലവും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രാക്ടീസ് ചെയ്തു. ഒരു മെഡിറ്റേഷനും അല്ലെങ്കിൽ പ്രാർത്ഥനയിലോട്ടൊക്കെ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് മാറ്റി നിങ്ങളെ തന്നെ പതുക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് വരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇനി മുന്നോട്ട് ഈ റിലേഷനിൽ തന്നെയല്ല, ഇനി മുന്നോട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയാലും അതൊരു നെഗറ്റീവായിട്ട് നിങ്ങളെ ബാധിക്കാൻ വന്നാൽ അതിനെ അതിജീവിക്കാനുള്ളൊരു മനക്കരുത്ത് നിങ്ങൾ തന്നെ ആർജിച്ചിട്ടുണ്ടാവും. മെൻ്റലി ഡൗൺ ആയി പോയെടുത്ത് നിന്നാണ് നിങ്ങൾ അതായത് ഒരു ഊന്നുവടി പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിടിച്ച് കയറിയിട്ടുണ്ടാവുക. ഒരു ഡിപ്രഷൻ സ്റ്റേജ് പോലും അതിജീവിച്ച് ഞാൻ ഡിപ്രഷനിലേക്ക് പോകും, ഇനി എൻ്റെ മനസ്സ് എനിക്ക് തിരിച്ചു കിട്ടില്ല എന്നൊരവസ്ഥയിൽ ആ ഒരു അവസ്ഥയിൽ നിന്നുമായിരിക്കും നിങ്ങൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടാവുക. അത്രത്തോളം വിൽ പവറുള്ള ഒരാളെയാണ് ഇപ്പം ഞാൻ എൻ്റെ ഈ കാർഡിൽ കാണുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അത് എന്താണ് നിങ്ങളുടെ ഈ വലിയ വിഷമത്തിന് കാരണം എന്ന് നോക്കുമ്പോൾ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു, അവരായി തന്നെ പോയിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. ഈ പേഴ്സൺ നിങ്ങൾക്ക് ഒരു വിലയും തന്നിട്ടില്ല എന്നത് നമുക്ക് ഈ കാർഡുകളിലൂടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. നിങ്ങളുമായിട്ട് മാനസികമായിട്ട് അകന്നു പോയ ആ പേഴ്സൺ ആ പോയ സാഹചര്യത്തിൽ, ആ പോയ സമയത്തിൽ മറ്റൊരു റിലേഷൻ കീപ്പ് ചെയ്തു അല്ലേ. ആ ഒരു റിലേഷൻ നിങ്ങളുടെ പേഴ്സൺ വെച്ചു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ നിങ്ങൾ മാനസികമായിട്ട് ഒത്തിരി തളർത്ത് കളഞ്ഞു എന്നതാണ്. അപ്പോൾ ഇവർ പോയ സമയത്ത് ഇവർ ആ ഒരു വ്യക്തിയിലേക്ക് മാനസികമായിട്ട് ചുരുങ്ങിപ്പോയി. അവരങ്ങോട്ട് മാത്രമായിട്ട് ചുരുങ്ങി. നിങ്ങളുടെ കാര്യങ്ങളോ ഒന്നും അവർക്ക് അന്വേഷിക്കാൻ നേരമില്ല. ഈ ഒരു മറ്റു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പേഴ്സൺ തന്നെ ആവണമെന്നില്ല കേട്ടോ. പല സാഹചര്യങ്ങളും ഇവിടെ കാണുന്നുണ്ട്. റിലേഷൻഷിപ്പ് ആവാം, ചിലപ്പോൾ എന്തെങ്കിലും പുതിയൊരു ഓപ്പർച്യൂണിറ്റി വന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആവാം, പലതും ആവാം കേട്ടോ. റിലേഷൻ തന്നെ ആവണമെന്നില്ല. അപ്പം എന്ത് തന്നെ കാണുന്ന വ്യക്തിക്ക് അറിയാം എന്താണ് സാഹചര്യമെന്ന്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ആ ഒരു തേർഡ് പേഴ്സൺ ആ വന്നത് മുതൽ ആ ഒരു വ്യക്തി ആ ഒരു സാഹചര്യം എന്ത് വന്നതോ അപ്പോൾ മുതലാണ്
നിങ്ങളിലേക്ക് ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളുടെ പേഴ്സൺ മാറിയെന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആ സമയത്ത് അവർക്കൊരു ചോയ്സ്, ആ ചോയ്സിലേക്ക് മാത്രമായിട്ട് മാറി നിങ്ങളുടെ ഇമോഷൻസിനോ ഫീലിങ്സിനോ നിങ്ങളുടെ ഒരു വിഷമത്തിനും ഒരു എന്താ പറയുക ഒന്ന് നോക്കുക പോലും ചെയ്യാതെ, ഒരു പരിഗണിക്കുക പോലും ചെയ്യാതെ അവരുടെ കാര്യം നോക്കി പോയി എന്നാണ് കാണാൻ കഴിയുന്നത്. എനിക്ക് എൻ്റെ സന്തോഷമാണ് വലുത് എന്ന രീതിയിൽ നിങ്ങളെ പരിഗണിക്കാതെ പോയ വ്യക്തിയാണ്, നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച വ്യക്തിയാണ്. ഈ ഒരു സിറ്റുവേഷൻ ആണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ നേരത്തെയൊക്കെ വഴക്ക് ഒക്കെ നടന്നപ്പോഴേക്കും ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മാറി, നിങ്ങളായിട്ട് തന്നെ മാറി നിന്നിട്ടുണ്ടാവും. നിങ്ങൾ ആ ഒരു വഴക്കിൽ ഇനി വെറുതെ ഞാനായിട്ടൊരു പ്രശ്നം വേണ്ട എന്നൊക്കെ കരുതി അത് ഉണ്ടാവും. പക്ഷേ ഈ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ മാനസികമായിട്ട് ശരിക്കും തളർത്തി, നിങ്ങൾക്ക് അതിൽ നിന്നും ആ ഒരു പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്കത് കോംപ്രമൈസ് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സുകൾ അകന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും മറന്നിട്ടാണ് ആ പേഴ്സൺ തേർഡ് പേഴ്സണിലേക്ക് പോയത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ എപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് ഈ കാർഡുകളിൽ കാണാൻ കഴിയുന്നുണ്ട്, നിങ്ങൾ അവരെ എപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്. എങ്കിലും അയാൾ തിരികെ വന്നാൽ ഒരു റീയൂണിയൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ, ആ റീയൂണിയനെ പറ്റി നിങ്ങൾ തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കൊരു പേടി. അവർ നിങ്ങളിലേക്ക് പെട്ടെന്ന് തിരിച്ചു വന്നാൽ നിങ്ങൾ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ റീതിങ്ക് ചെയ്യും എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ പെട്ടെന്നൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല, നിങ്ങളൊരു റീതിങ്ക് ചെയ്യൂ എന്നതാണ് കാണാൻ കഴിയുന്നത്. കാരണം നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങളോട് ഒരുപാട് കാര്യം പകുതിയെ സത്യമേ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കുള്ളൂ, ബാക്കി കാര്യങ്ങൾ പുള്ളി മനസ്സിലാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നൊരു വ്യക്തിയല്ല. പറഞ്ഞിരുന്നു എന്ന് ചോദിച്ചാൽ ആദ്യ കാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്തിട്ടുണ്ടാകും. പോകെ 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 ആ ബോണ്ടിങ് എവിടെയൊക്കെയോ നഷ്ടമായെന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു മറച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും അകന്നു തുടങ്ങി. അപ്പോൾ അന്ന് മുതലേ നിങ്ങൾക്കൊരു അകൽച്ച ഫീൽ ചെയ്ത് തുടങ്ങിയെന്നാണ്. ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾ അവർ വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോവാതെ നിങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി വഴിമാറി കൊടുത്തു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവർ നിങ്ങളെ തന്നെ ഒഴിവാക്കി എന്നുള്ളതാണ് കേട്ടോ. അവർ നിങ്ങളെ തന്നെ ഒഴിവാക്കി. നിങ്ങൾ പല സാഹചര്യങ്ങളും പല വ്യക്തികളും അവർക്ക് ഇഷ്ടമില്ലാത്തത് നിങ്ങൾ ഒഴിവാക്കി. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം, ഒരു ചോയ്സ് വന്നപ്പോൾ അവർ നിങ്ങളെ തന്നെ ഒഴിവാക്കി എന്നത് കാണാൻ കഴിയുന്നു. നമുക്ക് ആ പേഴ്സൻ്റെ സിറ്റുവേഷൻ ഒന്ന് നോക്കാം. ഇത്രയും നേരം നിങ്ങളുടെ അല്ലേ നോക്കിയപ്പോൾ ആ പേഴ്സൻ്റെ സിറ്റുവേഷൻ നമുക്കൊന്ന് നോക്കാം. ആ പേഴ്സൺ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു റീഡിങ്ങിൽ ആ പേഴ്സൺ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. അയാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ വേദന മനസ്സിലാക്കാതെ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ വ്യക്തി നിങ്ങളിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും അനുഭവിച്ച വിഷമങ്ങൾക്കും നിങ്ങളുടെ ആ ഫീലിങ്സിനും ഇമോഷൻസിനുമൊക്കെ അതിനൊരു അപ്പോളജി പറഞ്ഞ് എനിക്ക് അന്നേരത്തെ സാഹചര്യങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു അപ്പോളജി പറഞ്ഞ് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. അയാൾക്ക് ഇപ്പം നല്ല വേദനയുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്, നല്ലൊരു കുറ്റബോധമുണ്ട്. ഇനി ഒരിക്കലും ഞാൻ പോവില്ല എന്നൊരു വാക്കായിരിക്കും അവർ തരാൻ ഉദ്ദേശിക്കുന്നതെന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഒരിക്കലും നിങ്ങളെ വിട്ടു പോവില്ല എന്ന്. പല രീതിയിൽ അവരിപ്പോൾ നിങ്ങളെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ നോക്കി തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സെൽഫ് ഗ്രോത്തിലും കരിയറിലും ഒക്കെ ചിലപ്പോൾ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ മാറ്റം കണ്ടിട്ട് അവർക്ക് ഒരു നഷ്ടബോധം, അതിലേക്കാട്ടുപരി നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി അവരുടെ ഉള്ളിലുണ്ടെന്ന് കാണാൻ കഴിയുന്നു. അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുന്നു. നിങ്ങളുടെ ചെറിയ മാറ്റങ്ങൾ പോലും അവരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്, അതിനപ്പുറം വിഷമിപ്പിക്കുന്നുണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന്. ഓക്കെ, അപ്പം കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പം തന്നെ മെസ്സേജുകളോ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ വന്നിട്ടുണ്ടാവും ഇല്ലേ? കുറച്ച് പേർക്ക് വന്നിട്ടുണ്ടാവില്ല, അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. കുറേ പേർക്കും ഒരു മെസ്സേജ് ആണെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടാകും, ബാക്കി കുറച്ച് പേർക്ക് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്, ഈ ഒരു റീഡിങ് ഇപ്പോൾ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മെസ്സേജോ കോളോ ഒക്കെ വന്നിട്ടുണ്ടാകും.
അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ, നിങ്ങൾ അനുഭവിച്ച മാനസികാവസ്ഥയും പ്രയാസങ്ങളുമൊക്കെ അത് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കാരണം ഇത് റീഡിങ് എടുക്കുന്ന എനിക്കോ നിങ്ങളിപ്പം നിങ്ങളുടെ വിഷമങ്ങൾ പറയുന്ന മറ്റൊരാൾക്കോ ഒരിക്കലും അത്രയും ഫീൽ ചെയ്യില്ല. നിങ്ങൾ അനുഭവിച്ച ടെൻഷൻസും പ്രയാസങ്ങളും നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്താണ്, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അത് നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നന്നായി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ട് എന്നും ഒരു ബോണ്ടോടെ നല്ല പരസ്പര സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും കഴിയണം എന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ മതപരമായ ദൈവത്തിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ഉറപ്പായിട്ടും അവിടെ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം എന്താണെന്നുള്ളത് നിങ്ങൾ പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ റീഡിങ് ആർക്കൊക്കെ റെസിനേറ്റ് ചെയ്യുന്നു എന്ന് എന്നെ ഒന്ന് അറിയിക്കണേ. എൻ്റെ വായന ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു മൈ വ്യൂവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്.